ഹായ് ഓൾ, എല്ലാവർക്കും ലെറ്റ്സ് ക്രാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് പെഡഗോഗി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ആ ഭാഗത്ത് നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, 15 ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ കഴിയുമെന്ന് നോക്കൂ. എന്നിട്ട് നമുക്കിനിയും നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കിനിയും ക്വസ്റ്റ്യൻസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ കളക്ഷൻ ഓഫ് ഡിജിറ്റൽ എവിഡൻസസ് assembled and managed for the purpose of learning is dash എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എടുത്ത് നോക്കേണ്ട വാക്ക് ഏതാണ്? ഡിജിറ്റൽ എവിഡൻസസ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ. എ കളക്ഷൻ ഓഫ് ഡിജിറ്റൽ എവിഡൻസസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ് ആൻസറിലേക്ക് എത്താം. ഏതാണ്? ഓപ്ഷൻ സി, ഈ പോർട്ട്ഫോളിയോ ആണ് ആൻസർ വരിക. ഈ പോർട്ട്ഫോളിയോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ദ എൻറ്റയർ എയിം ഓഫ് എനി അസസ്മെൻറ്റ് ഈസ്. അസസ്മെൻറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൻ്റെ മൊത്തത്തിലുള്ള എയിം എന്ന് പറയുന്നത് എന്താണ്? ഏത് ടൈപ്പ് ഓഫ് അസസ്മെൻ്റ് ആയാലും അതിൻ്റെ എയിം എന്ത് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസും കാണുന്നുണ്ടല്ലോ. ഏതാണ് വരിക? ഫസ്റ്റത്തെ വായിച്ചു നോക്കൂ. ടു പ്രൊമോട്ട് ലേണിംഗ് ആൻഡ് സ്കാഫോൾഡ് ദ ലേണർ. സ്കാഫോൾഡിങ് അറിയാം നമുക്ക്, കൈത്താങ്ങാണ്. അതേപോലെ ലേണിംഗ് പ്രൊമോട്ട് ചെയ്യുക, അതേപോലെ ലേണറിനെ ഹെൽപ്പ് ചെയ്യുക. ഇതൊക്കെയാണ് എന്തെന്നാണ് ഇവർ പറയുന്നത്? അസസ്മെൻറ്റിൻ്റെ എയിം എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ അത് ശരി തന്നെയാണ്. ബാക്കിയുള്ളത് നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ വായിക്കാം. ടു കൺട്രോൾ ദ ലേണർ, ഗൈഡ് ദ ലേണർ, ടു അസസ് ദ എബിലിറ്റി ഓഫ് ദി ലേണർ എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ ആണല്ലോ വേണ്ടത്. അപ്പോൾ എ ഓപ്ഷൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ടു പ്രൊമോട്ട് ലേണിംഗ് ആൻഡ് സ്കാഫോൾഡ് ദ ലേണർ. അതാണ് ബാക്കിയുള്ളതിനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, മോസ്റ്റ് സ്യൂട്ടബിൾ എന്ന് നമ്മൾ പറയുമല്ലോ. അപ്പം എ ആണ് ആൻസർ വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ ദ എൻറ്റയർ എയിം ഓഫ് എനി അസസ്മെൻറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്. ഡാഷ് എന്നാണ് ഇവിടെ ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ഡാഷ് എനേബിൾസ് ദ ടീച്ചർ ടു പ്ലാൻ ആൻഡ് ഇംപ്ലിമെൻറ്റ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ഡാഷ് എനേബിൾസ് ദ ടീച്ചർ ടു പ്ലാൻ ആൻഡ് ഇംപ്ലിമെൻറ്റ് ദ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ഏതാണ്? പെഡഗോഗിക് അനാലിസിസ് ആണ് അല്ലേ? പെഡഗോഗിക് അനാലിസിസ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. നാലാമത്തെ ചോദ്യം: ഡിജിറ്റൽ എവിഡൻസ് ഓഫ് ലേണർ പ്രൊഡക്ട്സ്. അപ്പം ലേണർ പ്രൊഡക്ട്സിൻ്റെ ഡിജിറ്റൽ എവിഡൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോർട്ട്ഫോളിയോ. ഇവിടെ ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കൺസെപ്റ്റ് മാപ്പോ ചെക്ക് ലിസ്റ്റോ ഇൻപുട്സോ ഒന്നുമല്ല, പോർട്ട്ഫോളിയോ ആണ് ആൻസർ വരിക. ഓപ്ഷൻ എ, പോർട്ട്ഫോളിയോ. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം: ഡാഷ് ഈസ് ദ പ്രോസസ് ഓഫ് ടേണിങ് കമ്മ്യൂണിക്കേഷൻ ഇൻ ടു തോട്ട്സ്. കമ്മ്യൂണിക്കേഷനെ തോട്ട്സ് ആക്കിയിട്ട് ടേൺ ചെയ്യുന്ന പ്രോസസ്സ് ഏതാണ്? ഇതിൽ കൺഫ്യൂഷൻ വരേണ്ടത് എൻകോഡിംഗ് ആണോ, കോഡിംഗ് ആണോ, ഡീകോഡിംഗ് ആണോ എന്നുള്ളതായിരിക്കും. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഡീകോഡിംഗ് ആണ് കേട്ടോ. ഡീകോഡിംഗ് ആണ്. കമ്മ്യൂണിക്കേഷനെ തോട്ടാക്കിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ഡീകോഡിംഗ് ആണ് കേട്ടോ. ഓക്കെ, ആറാമത്തെ ചോദ്യം: ദ റിലേറ്റീവ് എംഫസിസ് ഗിവൺ ടു സെർട്ടൈൻ സിലബിൾസ് ഇൻ എ വേർഡ്സ് ഓർ സെൻറ്റൻസ് ഈസ് ഡാഷ്. ദ റിലേറ്റീവ് എംഫസിസ്, നമ്മൾ ഊന്നൽ നൽകുന്നതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് അതിനകത്ത് നിന്ന് മനസ്സിലാവും ഏതാണ്? സ്ട്രെസ്സാണ് വരിക. ഓപ്ഷൻ ബി, സ്ട്രെസ്സാണ്. ദ റിലേറ്റീവ് എംഫസിസ് ഗിവൺ ടു സെർട്ടൈൻ സിലബിൾസ് ഇൻ എ വേർഡ് ഈസ് സ്ട്രെസ്. അങ്ങനെ വായിച്ചാലും മതി. സെൻറ്റൻസോ വേർഡിലോ സിലബിൾസിന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു എംഫസിസ്, അതാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഏഴാമത്തെ ചോദ്യം: ഡാഷ് ഈസ് നോട്ട് എ ടൂൾ ആൻഡ് ടെക്നിക് ഫോർ അസസിങ് ചിൽഡ്രൻസ് ലേണിംഗ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്താണ്? കുട്ടികളുടെ ലേണിംഗ് അസസ് ചെയ്യാനുള്ള ടെക്നിക്കുകളിൽ പെടാത്ത ഒന്നുണ്ട്. അതേതാണ്? 4 കേസ് സ്റ്റഡി ഉണ്ട്, പോർട്ട്ഫോളിയോ കൊടുത്തിട്ടുണ്ട്, ഒബ്സർവേഷൻ, ചെക്ക് ലിസ്റ്റ്. ഇതിൽ നമുക്ക് അസസ്മെൻറ്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ടൂളുണ്ട്. ഏതാണ്? കേസ് സ്റ്റഡി ആണ് കേട്ടോ. ലേണിംഗ് അസസ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല കേസ് സ്റ്റഡി. ഓക്കെ, അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കേസ് സ്റ്റഡി. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, കേസ് സ്റ്റഡി കേട്ടോ. മനസ്സിലായല്ലോ. എട്ടാമത്തത് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് അഥവാ ലാഡ് എന്ന് നമ്മൾ പറയൂലേ, LAD.
അത് എന്താണെന്ന ചോദ്യം. വായിച്ചു നോക്കിക്കേ. മെഷീൻ യൂസ്ഡ് ഫോർ ഹിയറിംഗ് ആണോ? അല്ല. എ കൺസെപ്റ്റ് ദാറ്റ് ലെറ്റ്സ് ചിൽഡ്രൻ ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ലാംഗ്വേജ് ക്വിക്ക്ലി, അതാണോ? അത് തന്നെ. അപ്പം നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഈസ് എ കൺസെപ്റ്റ് ദാറ്റ് ലെറ്റ്സ് ചിൽഡ്രൻ ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ലാംഗ്വേജ് ക്വിക്ക്ലി. ബാക്കിയൊക്കെ നോക്കിക്കേ, ഡിവൈസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം തന്നെ നമുക്ക് എന്താ ഒക്കെ വെട്ടിക്കളയാം. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. 9ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദ സയൻസ് ഓഫ് സ്റ്റഡി ഓഫ് വേർഡ്സ്. ശ്രദ്ധിക്കുക, സ്റ്റഡി ഓഫ് വേർഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആൻസർ വരുന്നത് ലെക്സിക്കോളജി ആണ്. ഓപ്ഷൻ ഡി ലെക്സിക്കോളജി ആണ് വരിക. നമ്മൾ ലെക്സിക്കോഗ്രാഫർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും അല്ലേ. ലെക്സിക്കോഗ്രാഫർ എന്താണ്? പേഴ്സൺ ഹു കമ്പൈൽസ് ഡിക്ഷണറി, അതിനെയാണ് നമ്മൾ ലെക്സിക്കോഗ്രാഫർ എന്ന് പറയുന്നത്. അപ്പോൾ വേർഡുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് ഈ ലെക്സിക്കോ എന്നുള്ളത് അല്ലേ. അപ്പം ബാക്കിയുള്ളതൊക്കെ നോക്കിക്കേ. ഫോണോളജി എന്താണ്? ഫോണോളജി എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സൗണ്ട് സിസ്റ്റം ആണ്. അപ്പോൾ സൗണ്ടുമായി ബന്ധപ്പെട്ടതാണ് ഫോണോളജി. മോർഫോളജി ആണെങ്കിലോ, മോർഫോളജി നിങ്ങൾ എഴുതുമ്പം MOR അല്ലേ, തല തിരിച്ചു വായിച്ചു നോക്കിക്കേ. എമ്മിനെ തല തിരിച്ചിട്ടാൽ WOR. അപ്പോൾ വേർഡുമായിട്ട് ബന്ധപ്പെട്ടോ എന്തോ ആണ് മോർഫോളജി എന്ന് മനസ്സിലാവും. വേർഡ് ഫോർമേഷൻ ആണ്. ശ്രദ്ധിക്കുക, വേർഡ് എന്താണ്? ഫോർമേഷൻ ആണ്. വേർഡ് ഫോർമേഷൻ ആണ്. അപ്പം മോർഫോ എന്ന് വായിക്കുമ്പോൾ തന്നെ വേർഡ് ഫോർമേഷൻ എന്നുള്ളതിലേക്ക് എത്തിച്ചാൽ മതി. ഫോണോളജി സൗണ്ടാണ്. ഫോൺ റിങ് ചെയ്യുക. ഫോൺ റിങ് ചെയ്യുന്നത് നീ കേട്ടില്ലേ എന്നൊക്കെ ചോദിക്കൂലേ നമ്മൾ. അല്ലെങ്കിൽ ഫോണ് എന്നല്ലെങ്കിൽ കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഹോണ് എന്നൊക്കെ കണക്ട് ചെയ്ത് വെച്ചാൽ ഈ ഫോണോളജി എന്താണ്? സൗണ്ട് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിസ്റ്റമാറ്റിക് സ്റ്റഡി ആണെന്ന് കിട്ടും. മോർഫോളജി വേർഡുമായി ബന്ധപ്പെട്ട എന്തോ ആണ്, വേർഡ് ഫോർമേഷനുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഓക്കെ. ലിംഗ്വിസ്റ്റിക്സ് എന്താണ്? സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ആണ് ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ആണ്. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് പഠിച്ചത് ഒന്നും കൂടി ഞാൻ പറയാം. ലെക്സിക്കോളജി നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ടല്ലോ. സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് വേർഡ്സ് ആണ്, സയൻസ് ഓഫ് സ്റ്റഡി ഓഫ് വേർഡ്സ് ആണ് ലെക്സിക്കോളജി. ഫോണോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് സൗണ്ട് സിസ്റ്റം ആണ്. മോർഫോളജി പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് വേർഡ് ഫോർമേഷൻ ആണ്. ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ആണ്. ഓക്കെ ആണോ? ഓക്കെ. 10ാമത്തെ ചോദ്യം, നോയിങ് ആൻഡ് യൂസിങ് മോർ ദാൻ 2 ലാംഗ്വേജ് ഈസ് റിഫേർഡ് ആസ്. 2ൽ കൂടുതൽ ലാംഗ്വേജ് നമ്മൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ അറിയുന്നതിനെയാണ് എന്ത് പറയുന്നത്? മൾട്ടിലിംഗ്വലിസം എന്ന് പറയുന്നത്. ഓക്കെ. 11ാമത്തെ ചോദ്യം, പ്രിഫിക്സസ് ആൻഡ് സഫിക്സസ് ആർ ടുഗെദർ കോൾഡ് ഡാഷ്. പ്രിഫിക്സും സഫിക്സും ഒന്നിച്ച് നമ്മൾ എന്താ പറയുക അതിന്? അഫിക്സസ് എന്ന് പറയും. ഓപ്ഷൻ ബി അഫിക്സസ് എന്ന് പറയും. ഓക്കെ. 12, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സബ് സ്കിൽ ഓഫ് റീഡിങ്. ഇതൊരു ക്വസ്റ്റ്യൻ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട്. PYQയിൽ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു തോന്നുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സബ് സ്കിൽ ഓഫ് റീഡിങ്. ഏത് വരും? ട്രാൻസ്ക്രിപ്ഷൻ വരും. ബാക്കിയൊക്കെ നോക്കുമ്പം ഇതാണ് അതിൽ നിന്നും ഒറ്റപ്പെട്ടിട്ടുള്ളത്. ഡീകോഡിങ് നമ്മൾ നേരത്തെ കണ്ടു. പിന്നെ കോംപ്രഹെൻഷനും ഫ്ലുവൻസിയൊക്കെ നമുക്കറിയാം. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷനാണ് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളത്. 13, ആൻ എക്സാമ്പിൾ ഓഫ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. എന്താണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ? വായിച്ചു നോക്കിക്കേ. മെയിൻറ്റെയിനിങ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ ബിക്കോസ് യു എൻജോയ് പ്ലാന്റിങ് ആൻഡ് വാച്ചിങ് ഇറ്റ് ഗ്രോ. അതിൽ നിന്ന് തന്നെ മനസ്സിലാവും. ബാക്കിയുള്ളതും കൂടി വായിക്കാം, എന്നിട്ട് ഞാൻ പറയാം. ഹെൽപ്പിംഗ് അതേഴ്സ്, ഹോപ്പിംഗ് ഫോർ പ്രൈസ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുന്നതും ബാക്കിയുള്ളവരിൽ നിന്നത് നമ്മളെ പുകഴ്ത്തുന്ന കേൾക്കാൻ വേണ്ടിയിട്ടാണോ? അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണോ? അല്ല. പിന്നെ വർക്കിംഗ് ഇൻ ദ ഓഫീസ് ഫോർ മണിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു, അത് ഇൻട്രിൻസിക് ആണോ? അല്ല. പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സം ആക്ടിവിറ്റീസ് ഫോർ അവാർഡ്സ് ആൻഡ് റെപ്യൂട്ടേഷൻ. അവാർഡ്സിനും റെപ്യൂട്ടേഷനും വേണ്ടിയിട്ട് നമ്മൾ ചില ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നു, അതും അല്ല. അപ്പം നമുക്ക് ഏറ്റവും നന്നായിട്ട് തോന്നുന്നത് ഏതാണ്? ഏതന്നെയാണ്? ഓപ്ഷൻ എ തന്നെയാണ്. മെയിൻറ്റെയിനിങ് എ ബ്യൂട്ടിഫുൾ ഗാർഡൻ ബിക്കോസ് യു എൻജോയ് പ്ലാന്റിങ് ആൻഡ് വാച്ചിങ് ഇറ്റ് ഗ്രോ. അതാണ് ഇൻട്രിൻസിക് മോട്ടിവേഷന് എക്സാമ്പിൾ. 14ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ റൈറ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ലാംഗ്വേജ് അക്വിസിഷൻ. ലാംഗ്വേജ് അക്വിസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ് വേണ്ടത്. കാണുന്നുണ്ടല്ലോ. ഓക്കെ. വായിച്ചു നോക്കിക്കേ.
ഫസ്റ്റത്തത് ലാംഗ്വേജ് അക്വിസിഷൻ ഈസ് നോട്ട് എ നാച്ചുറൽ പ്രോസസ്. തെറ്റാണ് അല്ലേ? അടുത്തതോ ലാംഗ്വേജ് അക്വിസിഷൻ ഈസ് എ സഡൻ ഡെവലപ്മെൻറ്റ്. സി ലാംഗ്വേജ് അക്വിസിഷൻ ഈസ് എ ഗ്രാജുവൽ ഡെവലപ്മെൻറ്റ് അൺഅവെയർ ഓഫ് ഗ്രാമറ്റിക്കൽ റൂൾസ്. അതല്ലേ വരുന്നത് അല്ലേ? ബി വായിച്ചപ്പം ചെറിയൊരു സംശയം ഉണ്ടായി, നമുക്ക് സഡൻ ഡെവലപ്മെൻ്റ് ആണോ? അല്ല, ഗ്രാജുവൽ ഡെവലപ്മെൻ്റ് ആണ് വിച്ച് ഈസ് അൺഅവെയർ ഓഫ് ഗ്രാമാറ്റിക്കൽ റൂൾസ്. ഡി നൺ ഓഫ് ദീസ് ആർ കറക്റ്റ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്, ലാംഗ്വേജ് അക്വിസിഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 15ാമത്തെ ചോദ്യം. അക്കോർഡിംഗ് ടു റിസർച്ച് ഡാഷ് കംസ് ബിഫോർ ലാംഗ്വേജ്. ലാംഗ്വേജിന് മുമ്പ് വരുന്നത് ഏതാണ്? തോട്ടാണ് അല്ലേ? തോട്ടാണ്. ഓക്കെ, 15 ഓപ്ഷൻ എ ആണ് വരിക. അക്കോർഡിംഗ് ടു റിസർച്ച് തോട്ട് കംസ് ബിഫോർ ലാംഗ്വേജ്. ഓക്കെ, അപ്പം 15 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിയും പെഡഗോഗിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതെനിക്ക് ഞാൻ ഏതോ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് കണ്ടു, പെഡഗോഗിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്താമോ എന്ന്. അപ്പോൾ തന്നെ എനിക്ക് തോന്നി ഒന്ന് ചെയ്ത് നോക്കാമെന്ന്. അല്ലാതെ നമ്മൾ ഇതുവരെ പെഡഗോഗിയിലെ ക്വസ്റ്റ്യൻസ് ഒന്നും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ ആണല്ലോ. അപ്പം നിങ്ങൾ അഭിപ്രായങ്ങൾ അറിയിക്കൂ. എനിവേ എല്ലാവരും നന്നായിട്ട് പഠിക്കൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.